തക്ബീറത്തുൽ ഇഹ്റാം കൈ ഉയർത്തുന്നതും തക്ബീർ ചൊല്ലുന്നതും ഒന്നിച്ചാവണം. കൈ ഉയർത്തൽ അവസാനിക്കുന്നതും തക്ബീർ അവസാനിക്കുന്നതും ഒന്നിച്ചായിരിക്കണം. അതെങ്ങനെ? ഇവിടെ എത്തുമ്പോൾ തക്ബീർ തീരണം എന്ന്. കാരണം കൈ ഉയർത്തൽ ഇവിടെ തീർന്നു, ബാക്കി താഴ്ത്തല ഇവിടെ എത്തുമ്പോൾ തീരണം. അതെങ്ങനെ? കൈ ഉയർത്തൽ ഇവിടുന്ന് നമ്മളെ താഴെ നില തുടങ്ങാം, അല്ലാഹു അക്ബർ ഇവിടുന്ന് തീരുക. കൈ ഉയർത്തുന്നതും തക്ബീർ ചൊല്ലുന്നതും ഒന്നിച്ച്. കൈ ഉയർത്തൽ അവസാനിക്കുന്നതും തക്ബീർ അവസാനിക്കുന്നതും ഒന്നിച്ച്. ബാക്കി ഒന്നുമില്ല. ഇങ്ങനെ അല്ലാഹു അക്ബർ. ഇന്ന് മഗ്‌രിബിന് വരെ നമ്മൾ എങ്ങനെയായിരിക്കും ചൊല്ലിയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ അങ്ങനെ ആയിരിക്കും. നാളെ സുബീക്കും നമ്മൾ ചെല്ലാൻ പോകുന്നത് എങ്ങനെയാ വെച്ചാൽ അല്ലാഹു അക്ബർ. പിന്നെ ചിന്തിക്കും, ചേട്ടാ ഇന്നലത്തെ കൈ ഇളക്കാൻ പറ്റില്ല, ളുഹർ മുതൽ തുടങ്ങിയാൽ. അതാണ് ഒരു സുന്നത്ത്. രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് അത്തഹിയ്യാത്ത് ഇല്ലാത്ത റക്അത്തുകളിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം സുന്നത്താണ്. അതൊന്നും അവിടെ ഇരുന്നിട്ട് വരും. അധികം ആ സുന്നത്ത് എടുക്കാറില്ല. എന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാം എഴുതി വെക്കുക. അത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ആ സുന്നത്ത് എടുക്കണം. ഈ രണ്ട് സുന്നത്ത് ജീവിതത്തിൽ കൊണ്ട് നടക്കണം.